മൺസൂൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ഹ്യൂമിഡിറ്റി കൂടും, നമ്മുടെ ബോഡി ഡൈജസ്റ്റീവ് പവർ കുറയും. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കേരളത്തിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു സീസണൽ പ്രൊസീജിയറാണ്. ഇവിടെ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ഋതുമാറ്റം വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലും അതുപോലെ എൻവയോൺമെൻറ്റിലും ചേഞ്ചസ് വരും. മൺസൂൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ഹ്യൂമിഡിറ്റി കൂടും, നമ്മുടെ ബോഡി ഡൈജസ്റ്റീവ് പവർ കുറയും, നമ്മുടെ ഹെൽത്ത് വീക്കാവും. മുമ്പേ ഉണ്ടായിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഗ്രവേറ്റ് ചെയ്യും. അതുപോലെ പുതിയ അസുഖങ്ങൾ വരാം, പകർച്ചവ്യാധികൾ പോലുള്ളവ വരാം. നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ വീക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ബോഡി കൂടുതൽ വീക്കാകാതെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫുഡാണ്. ഈ ഒരു ടൈമിൽ ഡൈജസ്റ്റീവ് പവർ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് എടുക്കുക. സൂപ്പ് പോലെയുള്ളവ എടുക്കുക, കഞ്ഞി, കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ കൂൾഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഔഷധക്കഞ്ഞി, മെഡിക്കേറ്റഡ് പോറിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. മെയിൻലി ദശപുഷ്പം, ഇഞ്ചി, അയമോദകം, ജീരകം തുടങ്ങിയ നമ്മുടെ ഡൈജസ്റ്റീവ് പവറിനെ കൂട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഔഷധക്കഞ്ഞിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ പ്രൊസീജിയറിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിൽ അഭ്യംഗം, സ്റ്റീം, പിന്നെ പഞ്ചകർമ്മ, എക്സ്റ്റേണൽ പഞ്ചകർമ്മ, കിഴി, പിഴിച്ചിൽ, ശിരോരോഗങ്ങൾക്ക് നസ്യം, പിന്നെ ബോഡി ഡീടോക്സ് ചെയ്യാനായിട്ട് ഹെർബൽ പർഗേഷൻസ് അല്ലെങ്കിൽ ഹെർബൽ എനിമ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്തിനായിട്ട് അല്ലെങ്കിൽ മെൻ്റൽ കാംനെസ് അല്ലെങ്കിൽ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പ്രാണായാമ, ഭസ്ത്രിക പോലെയുള്ള പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസും കൂടെ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ ഫലപ്രദമായിരിക്കും.